വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എക്സ് ആൻഡ് വൈയുടെ പ്രൈഡ് സ്റ്റുഡൻ്റ് ആയ പൂജ മോഹൻ ആണ്. പൂജ മോഹൻ നമ്മുടെ JEE ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് കഴിഞ്ഞ വർഷം IOQM അതുപോലെ തന്നെ RMOയുടെ ഗോൾഡ് മെഡലിസ്റ്റും കൂടി ആയിരുന്നു പൂജ മോഹൻ. സോ നമുക്ക് പൂജ മോഹൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇന്നറിയാം അല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്സസ് ഒക്കെ? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. എവിടെയാണ് പൂജ പഠിക്കുന്നത്? സ്കൂളിംഗ്? ഞാൻ എറണാകുളം വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, അങ്കമാലി. ഓക്കെ. സോ JEE ഫൗണ്ടേഷൻ ബാച്ചിലുണ്ടായിരുന്നോ? ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ JEEയിലേക്കാണ് വരുന്നത്. എനിക്ക് ചേരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് പറ്റിയില്ല. ഓക്കെ. പൂജമോന് റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നു ആദ്യം 10th വരെ. അതിനുശേഷം JEE ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് പിന്നെ സ്കൂൾ മാറിയുടെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. സോ എങ്ങനെയുണ്ട്? IOQM RMO എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടഫ് എക്സാംസ് ആണ് മാത്സിൽ നടക്കുന്നത്. അതിൽ 8th തൊട്ട് 12th വരെയുള്ള കുട്ടികളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരൊറ്റ എക്സാമിന് വേണ്ടി. അതിൽ +1 പഠിക്കുമ്പോൾ പൂജ മോൻ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് അതിന്റെ ഒരു ഇത് പറയുക? IOQM ഇപ്പൊ JEEയും അല്ലെ, നമുക്ക് കമ്പയർ ചെയ്യാൻ വേണേ പറ്റും. പക്ഷെ സ്റ്റിൽ രണ്ടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സാംസ് ആണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. JEEയിൽ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് 75 ക്വസ്റ്റ്യൻസിന് 3 hours എന്നുള്ള തരത്തിലാണ്. ബട്ട് IOQMൽ 30 ക്വസ്റ്റ്യൻ ആണ് 3 hours കിട്ടുന്നത്. അപ്പം ടൈം നമുക്ക് കുറച്ച് എക്സ്ട്രാ കിട്ടും. ബട്ട് നമ്മൾ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഭയങ്കര ലെങ്തി ആയിരിക്കും. നമ്മൾ പല പോസിബിലിറ്റീസ് എഴുതി നോക്കി പല തരത്തിൽ ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ടതായിരിക്കും. ഫാസ്റ്റ് ചെയ്യുന്നതിന്റെ ഇവിടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തിയർ ആയിരിക്കും. ഇപ്പം കുറച്ച് ടൈം എടുത്ത് തിങ്ക് ചെയ്യുന്നതിലാണ്, തിങ്കിങ് പ്രോസസ്സിലാണ് പല രീതിയിൽ ചിന്തിച്ച് എഴുതണം. അതുപോലെ പിന്നെ അടുത്ത സ്റ്റേജ് ആണ് RMO. IOQMൽ ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് RMOയിലേക്ക് കടക്കാൻ പറ്റുക. RMOയും ക്ലിയർ ചെയ്ത ആളാണ് പൂജ. സോ RMO എങ്ങനെയാണ് IOQM ഡിഫറെന്റ് ആവുന്നത്? IOQMൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 digit ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക, അത് ബബിൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ RMO കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്. 3 മണിക്കൂറിൽ 6 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 17 മാർക്ക്, ആ തരത്തിലാണ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തിയർ ആയിരിക്കും. നമ്മൾ ഒരു ക്വസ്റ്റ്യന് എങ്ങനെ പോലും ഒരു 30 minutes 40 minutes എടുക്കും. അപ്പൊ അത്രയും നേരം നമ്മൾ എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് ചിന്തിച്ച് പല പോസിബിലിറ്റീസ് എഴുതി നോക്കിയാൽ ഓരോന്നിന്റെയും ഫർദർ എന്ത് കിട്ടുന്ന നമ്മൾ നോക്കി ആ തരത്തില് തിങ്കിങ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. സ്പീഡിന് വലിയ റോൾ ഇല്ല അവിടെ, കാരണം ടൈം എങ്ങനെയായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ തിങ്ക് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ ഇട്ടാൾ ഏത് വഴി ചിന്തിക്കുന്നു ആ വഴി തന്നെ നമ്മൾ ചിന്തിക്കുന്നതിലാണ് കാര്യമുള്ളത്. ഓക്കെ. സോ ഇത് കുറെ ആൾക്കാരും കേൾക്കാത്ത എക്സാമുകളാണ് IOQM RMO എന്നൊക്കെ പറയുന്ന എക്സാംസ്. സോ എങ്ങനെയാണ് അതിന് പഠിക്കാൻ പറ്റുക? കാരണം അതിന് കോച്ചിങ് തരുന്ന ആൾക്കാരൊന്നും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എങ്ങനെയാണ് അതിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? കാരണം അതിന് മുന്നേ എഴുതിയിട്ടുണ്ട് IOQM, പക്ഷെ +1 എത്തിയപ്പോഴാണ് ക്ലിയർ ചെയ്ത് തുടങ്ങിയതും RMOയിലേക്കൊക്കെ എത്തി തുടങ്ങിയത്. അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചു? ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്തു? ബേസിക്കലായിട്ട് മാത്സിലുള്ള കുറച്ച് നോളജ് അത് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 10th വെച്ച് ആദ്യമായിട്ട് RMO ക്വാളിഫൈ ചെയ്തത്. ബട്ട് RMOയിലേക്ക് എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അതിന്റെ സൊല്യൂഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവില്ല അത് എന്താ സൊല്യൂഷൻസ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ 11th എത്തിയപ്പോഴാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയി എഴുതാൻ പറ്റിയത്. RMO ആകുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഒരു 30 minutes 40 minutes ഇരിക്കും ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. ഓരോ തരത്തിലും എഴുതി നോക്കി, അങ്ങനെ പല തരത്തിൽ എഴുതി ആ ക്വസ്റ്റ്യന് വേണ്ടി എന്നിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എക്സാമിൽ തന്നെ മിഷൻ ഒളിമ്പിയാഡ് യൂട്യൂബ് ചാനലിൽ ക്ലാസ്സസ് ഉണ്ടാവും, സൊല്യൂഷൻ പ്രോബ്ലം സോൾവിങ് സെഷൻസ് ഉണ്ടാവും. അത് കണ്ടിട്ട് അതില് പറയുന്നത് നമുക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം ആ ക്വസ്റ്റ്യനെ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് ആ എക്സാമിന് മുന്നേ ഞാനൊരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ മീൻസ് എനിക്ക് JEEയുടെ ക്ലാസ് കൂടി ഉള്ളതുകൊണ്ട് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ഒരു 10-50 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ RMOയിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഒളിമ്പ്യാഡിന് വേണ്ടി നമ്മൾ XNY തന്നെ നടത്തുന്ന യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ നമ്മൾ PYQs കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാറുണ്ട്. PYQs എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് 35 minutes എടുക്കുന്നുണ്ട്. അത് കണ്ട് അതിൽ നമ്മൾ ബേസിക്സ് തൊട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് അതിൽ ഇട്ടത്. ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ ഒളിമ്പ്യാഡിന് വേണ്ടിയിട്ടുള്ള ബാച്ചസും റൺ ചെയ്യുന്നുണ്ട്. സോ JEE ബാച്ചിലാണ് പൂജ ഉള്ളത്. അപ്പം എങ്ങനെയാണ് ഈ JEEയും ലൈക്ക് ഈ ഒരു +1 +2 മാത്രം സ്റ്റാർട്ട് ചെയ്താൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നേ സ്റ്റാർട്ട് ചെയ്താൽ, അതായത് JEEക്ക് വേണ്ടിയിട്ട് 6th സ്റ്റാൻഡേർഡ് തൊട്ട് തുടങ്ങണം എന്നല്ല, പക്ഷെ സ്റ്റിൽ കുറച്ചും കൂടെ അഡ്വാൻസ് സാധനങ്ങൾ പഠിച്ചാൽ കാര്യം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഫൗണ്ടേഷൻ ഇല്ലാതെ ജെയിലേക്ക് എത്തിയ ഒരാളാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞാൻ 11th 12th നന്നായിട്ട് അനുഭവിച്ചായിരുന്നു. കാരണം നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം അത് ബേസിക്കലി അതാണ്. കാരണം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോ 6th കുട്ടി 12th കോൺസെപ്റ്റ് പഠിക്കണം എന്നുള്ളതല്ല, ഒരു 2 വർഷത്തെ അഡ്വാൻസ്. എനിക്ക് മാത്സിൽ ആ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അത് എപ്പോഴും 4 വയസ്സ് മുതലേ എനിക്ക് ആ ഫൗണ്ടേഷൻ ഉണ്ട്. അതെങ്ങനെ ഉണ്ടായി ആ ഒരു ഫൗണ്ടേഷൻ? അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് സ്കൂളിലൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ബാക്കിയുള്ള എക്സാംസ് എഴുതുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ സയൻസിലും മാത്സിലും ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് 6th പഠിക്കുന്ന ഒരു കുട്ടി 7th കുറച്ച് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കാൻ ആ സമയത്ത് അത്ര തിരക്കുണ്ടാവില്ല. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് ബെസ്റ്റ് ടൈം അപ്പോഴാണ്. അപ്പൊ ആ ഒരു 7th കോൺസെപ്റ്റ്സ് അറിയാന്നുള്ളത് ആ സമയത്ത് വലിയ കാര്യമായിട്ട് തോന്നില്ല, പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലോങ് റണ്ണിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇതിപ്പോ നോർത്തിലൊക്കെ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാം ക്ലാസ് മുതൽ ജെയിലെ കോച്ചിങ്ങിന് പോകുന്നു എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കസിൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ആ ഫ്രണ്ട് പോയി നോക്കുമ്പോ ആ കുട്ടി പഠിക്കുന്നത് 12th കോൺസെപ്റ്റ് അല്ല, 5ാം ക്ലാസ്സിലെ കോൺസെപ്റ്റ് വരെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചു വെക്കും. അത് ആ കുട്ടിക്ക് 11th 12th എത്തുമ്പോ 10th കഴിയുമ്പോ ആ കുട്ടിക്ക് 12th കോൺസെപ്റ്റ്സ് അറിയാം. അപ്പൊ 11th 12th ആ കുട്ടിക്ക് കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അത് ഭയങ്കരമായിട്ട് ജെയിലൊക്കെ പിന്നെ 1 വർഷവും 2 വർഷവും കളയേണ്ട ആവശ്യമില്ല. അത് 12th കൂടെ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര അതാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 6th തൊട്ട് 10th വരെ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അത് എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇനിയുള്ള കാലത്ത് ഫുൾ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണ് വരുന്നത്, ഏതൊരു കോളേജിലേക്ക് കയറണമെങ്കിലും. സോ അങ്ങനത്തെ എക്സാമുകൾ അവരെ ഇപ്പോഴേ നമ്മൾ അവരെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അതായത് 6th കൂടെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അതിനുള്ള ടൈം ആ കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവും. 6th ഒക്കെ പഠിക്കും. ഇപ്പൊ പൂജ പറയുന്നുണ്ട് +1 +2 എത്തിയപ്പോൾ വീട്ടുകാരോട് സംസാരിക്കാൻ പോലും ടൈം കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു കാലത്തേക്ക് പോകുന്നതിന് മുന്നേ ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവർ ആദ്യമായിട്ട് കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ കുറച്ച് അഡ്വാൻസ് കൂടി പഠിക്കുമ്പോൾ അത് അവർക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. ലോങ് റണ്ണിൽ അവർ ഈ ഒരു JEE NEET ഏതെങ്കിലും ഏത് എക്സാം ആയാലും അതിലേക്കൊക്കെ എത്തുമ്പോൾ. സോ പൂജ അതുപോലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ JEE ക്രാക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. IOQM ഇപ്രാവശ്യം എഴുതുന്നുണ്ട്. സോ ക്ലിയർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ ഇപ്രാവശ്യം? ഇത്തവണ കാറ്റഗറി മാറുകയാണ്, അതുകൊണ്ട് കട്ട് ഓഫ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പേടിയുണ്ട്. അതിനനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 8th തൊട്ട് 11th വരെ കാറ്റഗറി A ആണ്. 12th എത്തുമ്പോൾ കാറ്റഗറി B ആണ്. കാറ്റഗറി B ആകുമ്പോഴും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്, പക്ഷെ അവർക്ക് അവരുടെ ഒരു കട്ട് ഓഫ് കുറച്ച് ഹയർ ആയിരിക്കും കാറ്റഗറി Bയിലേക്ക് എത്തുമ്പോൾ. സോ അതുപോലെ പൂജ മോഹൻ കഴിഞ്ഞ വർഷം ക്ലിയർ ചെയ്തതുപോലെ തന്നെ ഇപ്രാവശ്യം IOQM 6 അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജസിലേക്കും ക്യാമ്പിലേക്കൊക്കെ എത്താൻ പറ്റട്ടെ എന്ന് നമ്മളെല്ലാവരും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. XNY ഹോൾ ടീം പൂജ മോഹന്റെ കൂടെ തന്നെ ഉണ്ട്. വേറെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ, XNYയിൽ കുട്ടികളോട് എപ്പോഴും ചോദിക്കുമ്പോൾ പറയുന്ന ഒരു മെയിൻ കാര്യമാണ് മെന്റർഷിപ്പ്. ഫാക്കൽറ്റീസ് എല്ലാം പറയുന്നതിന് മുന്നേ മെന്ററാണ് അടിപൊളി എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. മെന്റർഷിപ്പ് ഇവിടെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അത് എനിക്ക് എന്റെ മെന്റർ റുബിത മാം ആണ്. മാഡം ഞാൻ ചില സമയത്ത് ഡൗൺ ആയി പോകുന്ന സമയത്ത്, അതായത് നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാണ്ട്, നമുക്ക് ക്ലാസ് കാണണോ സ്കൂളിൽ ചെയ്യണോ എക്സാമിന് പഠിക്കണോ ഒന്നും അറിയാത്ത നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ലാഗ് ആയി പോകും. അപ്പോൾ മാഡം വിളിക്കും. ആ തരത്തിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. മെന്റർഷിപ്പ് അടിപൊളിയാണ്. ഓക്കെ, പിന്നെ ഫാക്കൽറ്റീസിൽ ഏതാണ് JEEയിൽ പഠിപ്പിക്കുന്നതിൽ ഫേവറേറ്റ് ആയിട്ട്? എല്ലാവരും നല്ല ഫാക്കൽറ്റീസ് ആയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ എന്നാലും നമുക്കൊരു ഇതുണ്ടാവില്ല, ഒരു ഫേവറേറ്റ് ടീച്ചർ ആയിട്ട് ആരാണുള്ളത്? ഞാൻ XNYനെ കുറിച്ച് അറിയുന്നത് അസീം സാർ വഴിയാ. അപ്പൊ പക്ഷെ എനിക്ക് അസീം സാർ ഒറ്റ ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ 11th. അപ്പൊ എനിക്ക് അസീം സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇപ്പൊ പഠിപ്പിക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഷഫീർ സാറാണ്. ഷഫീർ സാർ ആണ് പൂജയുടെ ഫേവറേറ്റ് ടീച്ചർ. ഓക്കെ, സോ അതൊക്കെയായിരുന്നു നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യേണ്ടായിരുന്നത്. പൂജയ്ക്ക് എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത്? അതായത് ഇനി JEE അല്ലെങ്കിൽ ഇതുപോലത്തെ ഒളിമ്പ്യാഡുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ലാസ്റ്റ് ആയിട്ട് എന്താന്ന് പറയാനുള്ളത്? അതായത് ഒളിമ്പ്യാഡ്സ് ക്രാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഒരു ഹാപ്പിനെസ് മാത്രമല്ല, ഇതിപ്പോൾ ഈ IOQMന്റെ കാര്യത്തിൽ നമ്മൾ ഇതിന്റെ 3rd ലെവൽ INM ക്വാളിഫൈ ചെയ്ത് അടുത്ത ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പല IITസിലും നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. കമ്പ്യൂട്ടർ സയൻസിന് BS മാത്സിന് അങ്ങനെ പലത്. ഇതിപ്പോൾ ഞാൻ INM ക്വാളിഫൈ ചെയ്തുകൊണ്ട് IIT ബോംബെയിൽ എനിക്ക് BS മാത്സിന് ഇപ്പൊ വേണമെങ്കിൽ സീറ്റ് ഉണ്ട്. ഒരു ചെറിയ എൻട്രൻസ് ഉണ്ട്, എന്നാലും സ്ക്രീനിങ് ടെസ്റ്റ് പോലെ ഒരു ഇന്റർവ്യൂ JEE ഇല്ലാതെ തന്നെ നമുക്ക് IITസിലും ഇതുപോലെ പല ISI IITs എന്താണ് ഫിസിക്സിലേക്കും മാത്സിലേക്കും ഒക്കെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു സ്ക്രീനിങ് അല്ലെങ്കിൽ ചെറിയൊരു ഇന്റർവ്യൂ മാത്രമേ ക്രോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ INMOയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെ?
സോ അതും ഒരു വഴിയാണ്. അല്ലാണ്ട് ഒളിമ്പ്യാഡ് ക്രാക്ക് ചെയ്ത് വീട്ടിൽ മെഡൽ വെക്കുക എന്നുള്ളത് മാത്രമല്ല, അതും വലിയ കാര്യമാണ്. ക്രാക്ക് ചെയ്തിട്ട് നമുക്കൊരു അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യമാണ്. സോ ഇതുവഴി നിങ്ങൾക്ക് എന്താണ് അഡ്മിഷൻസും കിട്ടും. IITസിലേക്കും ISIലേക്കൊക്കെ CMIലേക്കും ഒക്കെ അഡ്മിഷൻസ് ഓപ്പൺ ആയിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പൂജ ഒരു പ്രചോദനമാവട്ടെ. സോ താങ്ക് യു സോ മച്ച് പൂജ ഫോർ ബീങ് ഹിയർ ഫോർ ദ ഇന്റർവ്യൂ. താങ്ക് യു.